നൽകിയ പരാതി ഈ പറയുന്ന MS സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പുകാർക്ക് നടത്തുന്ന ചില പരാമർശങ്ങൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലിനെതിരായ അങ്ങയുടെ പരാതി ഉയർന്നത്. നോക്കൂ, വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്യുന്ന, വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ചെയ്യുന്നു എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്ക് ഈ സ്വഭാവത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇതൊന്നും ആരും പരിശോധിക്കുന്നുമില്ല, ആരും ഇതിൻ്റെ മൂല്യം എങ്ങനെയെന്ന് വിലയിരുത്തുന്നുമില്ല, അതിനെതിരെ നടപടിയും എടുക്കുന്നില്ല. അങ്ങ് നൽകിയിരിക്കുന്ന പരാതിയിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടായോ? മധു, പരാതി ഇന്ന് ഉച്ചക്കാണ് നൽകിയിരിക്കുന്നത്. അവിടെ SI വന്നതിന് ശേഷം അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ പരാതി നൽകാനുണ്ടായ സാഹചര്യം എന്താ വെച്ചാൽ കേരളമൊട്ടാകെ ചോദ്യപേപ്പർ ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ചർച്ച AYFൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ആ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആ സ്ഥാപനത്തിൻ്റെ മുൻകാല വീഡിയോകളും അതിന് പൊതുജനങ്ങൾ കുറച്ച് പരാതികളൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അത്തരം വീഡിയോസൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ചോദ്യപേപ്പർ ചോർച്ചയേക്കാൾ വലിയ ഗൗരവം, സാമൂഹിക വിപത്ത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട്, ഏത് രീതിയിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന പേരിൽ, ട്യൂഷൻ എന്ന പേരിൽ കടന്നു വരുന്ന ഇത്തരം ചാനലുകൾക്കെതിരെ നടപടിയും പൊതുവേ വരിക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. കേവലം MS സൊല്യൂഷനിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പരാതി നൽകിയത്, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയത് എന്തുകൊണ്ടെന്നാൽ ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം. ഇത്തരം ഓൺലൈൻ ഒരുപാട് ചാനലുകളുണ്ട്. എനിക്കിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഈ ഒരു ചാനൽ മാത്രമേ എന്നുള്ളൂ. ഇപ്പം നമ്മൾ പരസ്പരം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരിയത് കൊണ്ട് കാര്യമില്ല. കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, റാഷിദിന് കേൾക്കാം. ഓക്കെ, അത്തരമൊരു ക്ലാസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ അവരുടെ വീഡിയോകളൊക്കെ പരിശോധിച്ച് വന്ന സമയത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ആ ഒരു അധ്യാപകൻ, ഏത് അധ്യാപകനാണെന്ന് അറിയില്ല, ആ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തിലേക്ക് വീഡിയോ കണ്ടന്റായിട്ട് പറയുന്ന കണ്ടന്റ് എനിക്കിവിടെ പറയാൻ പേടിയാകുന്നു മാധു, വളരെയധികം പേടിയാകുന്നു. വളരെ ഗൗരവമായ ഒരു സാമൂഹിക വിപത്തിനെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല. ഇവിടെ ചോദ്യപേപ്പർ ചർച്ച മാത്രം പോരാ, നമ്മൾ ഇതുകൂടി സർക്കാരിന് ശ്രദ്ധ. ഇത് കേവലം ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. ഇരുകൂട്ടരും ഒരു ഐക്യത്തോട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി നടപടികളുമായി മുന്നോട്ട് പോകണം. ശരി.